ഇതെന്താണെന്ന് അറിയാമോ? തലശ്ശേരി കണ്ണൂർ ഭാഗങ്ങളിൽ മുസ്ലിം കല്യാണത്തിന് ബിരിയാണിക്ക് തൊട്ട് മുമ്പായിട്ട് വിളമ്പുന്ന ഒരു ഡെസേർട്ട് ഉണ്ട്, അൽസ. അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. കുറേ നാളായിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഇന്നാണ് അതങ്ങ് സാധിച്ചത്. അപ്പോൾ അൽസ ഗോതമ്പ്, നല്ല വെളുത്ത നിറത്തിലുള്ള ഗോതമ്പ് ഓവർനൈറ്റ് കുതിർത്ത് വെക്കുക. പിന്നെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, എല്ലോട് കൂടിയ ചിക്കൻ കഷ്ണങ്ങൾ, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 6-7 വിസിൽ വരുന്നത് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പട്ട, ഗ്രാമ്പു, ഏലക്കയൊക്കെ മാറ്റി വയ്ക്കാം. ചിക്കൻ്റെ എല്ല് മാറ്റിയിട്ട് പീസ് മാത്രമായിട്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുക. ഇനി പാതിയോളം മിക്സിയുടെ ഒരു ജാറിലേക്ക് മാറ്റി ഒന്ന് പൾസ് ചെയ്ത് ഇതിലോട്ടേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ 1/2 കപ്പോളം പാൽപ്പൊടി വെള്ളത്തിലൊന്ന് കലക്കിയെടുത്ത് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് അവിടെ കിടന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. ഇനി മറ്റൊരു പാത്രത്തിൽ നെയ്യിൽ കശുവണ്ടിയും സവോളയും ഒന്ന് മൂപ്പിച്ചെടുക്കുക. സവോള ഒത്തിരി കരിഞ്ഞു പോവാതെ നോക്കണം. പിന്നെ അൽസ മറ്റു പാത്രത്തിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ്, അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനും മറക്കരുത്, കാരണം പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ സാധ്യതയുള്ളതാണ്. ബാക്കി വരുന്ന നെയ്യ് ഈ അൽസയിലേക്ക് തന്നെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി കുറുകി വരുമ്പോഴത്തേക്ക് അവസാനം വറുത്ത സവോളയും അണ്ടിപ്പരിപ്പും കൂടെ ഗാർണിഷ് ചെയ്തെടുക്കുക. കഴിഞ്ഞ പരിപാടി. സെർവ് ചെയ്യാൻ നേരത്ത് മേലെ പഞ്ചസാരയും കൂടെ തൂവിയിട്ട് വേണം കഴിക്കാനായിട്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻജോയ്.